നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. പശ്ചിമ ബംഗാളിലെ റാലിയിൽ മോദി നടത്തിയ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് മമതയുടെ പ്രതികരണം. രാജ്യത്തെ വിഭജിക്കാൻ മോദി അസത്യത്തെ ഉപയോഗപ്പെടുത്തുകയാണെന്ന് ആരോപിച്ച് മമത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഉടൻ അഭിമുഖീകരിക്കാൻ BJPയെ വെല്ലുവിളിക്കുകയും ചെയ്തു. മത്സരത്തിന് TMC പൂർണ്ണമായും സജ്ജമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്ന പാർട്ടിയാണ് BJP എന്നും മമത പരിഹസിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് ഉപയോഗിക്കുന്നത് പോലെ സാംസ്കാരിക പ്രചാരണങ്ങളെ മോദി രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും അവർ പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ നേട്ടം കൈവരിക്കാനാണ് സൈനിക നടപടിക്ക് കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഒരു പേര് നൽകിയതെന്നും മമത ആരോപിച്ചു. എല്ലാ സ്ത്രീകൾക്കും അന്തസ്സുണ്ട്. അവർ അവരുടെ ഭർത്താക്കന്മാരിൽ നിന്നാണ് സിന്ദൂരം സ്വീകരിക്കുക. നിങ്ങൾ എല്ലാവരുടെയും ഭർത്താവല്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് ആദ്യം സിന്ദൂരം നൽകില്ല? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് ആദ്യം സിന്ദൂരം നൽകുന്നില്ല? ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. പക്ഷേ നിങ്ങൾ ഞങ്ങളെ അതിന് നിർബന്ധരാക്കി, മമത പറയുന്നു. മുർഷിദാബാദ് സംഘർഷം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ മമതാ സർക്കാരിനെ വിമർശിച്ച് മോദി ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചും പരാമർശം നടത്തിയിരുന്നു. ബംഗാളി സ്ത്രീകൾ പങ്കെടുക്കുന്ന ആചാരമായ സിന്ദൂർ മേഖലയോട് ചേർന്നായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശം. ദുർഗാ പൂജ വേളയിൽ ഭർത്തൃമൃതികളായ ബംഗാളി സ്ത്രീകൾ പരസ്പരം സിന്ദൂരം പുരട്ടുന്ന ആചാരമാണ് സിന്ദൂർ ഖേല. ഇതിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി മമത എത്തിയത്. ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് മമതാ ബാനർജിയുടെ കയ്യിൽ നിന്ന് ശരിക്കും കിട്ടി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.